ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വയസ്സന്മാർ മാത്രം പഠിക്കുന്ന ഒരു കോളേജിനെ കുറിച്ചാണ്. പടം തുടങ്ങുന്നതിന് ഒരു ജിംബ്രൂട്ടൻ്റെ ഒരു ഡുണ്ടുമോളുടെ ലവ് സ്റ്റോറി കാട്ടിയിട്ടാണ്. പിന്നെ ഈ കോളേജിൽ അപരാധിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് പ്രത്യേക ഒരു സ്ഥലം തന്നെയുണ്ട് അവിടെ. പിന്നെ ഈ കോളേജിൽ ഒരു പ്രൊഫസർ ഉണ്ട്. ആളെ കുറിച്ച് പറയണെങ്കിൽ നരമ്പ് ഇത്തിരി കൂടുതലുള്ള ആളാ. നെർവസ് സിസ്റ്റത്തിന്റെ അനാട്ടമി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പാട്ട്. സാർ ഞങ്ങൾ ക്ലാസ്സിൽ കയറട്ടെ. എത്ര ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നിങ്ങൾ മിസ് ചെയ്തെന്ന് അറിയോ? പിന്നെ ഒരു ദിവസം ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഡോറിന്റെ അവിടെ എന്തോ എഴുതിയതായിട്ട് കാണും. എന്നിട്ട് അത് നോക്കും. പിന്നെ ഇവർക്ക് രണ്ടാൾക്ക് ആ ഡോറിന് എഴുതിയ ആൾക്കാരുടെ ലവ് സ്റ്റോറി അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആവും. എന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ട് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ട് ഇജാതി വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ TC കിട്ടില്ലേന്ന്. ഇവർക്ക് കിട്ടിയില്ലേ ഗൈസ്, കാരണം ഇതൊരു പേട്ടപ്പാടാണ്. പിന്നെ പ്രിൻസിപ്പൾ പറയും, ഈ കഥയൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ നരമ്പ് സാറിനോട് ചോദിച്ചാൽ മതി. അവര് ഡാൻസ് കളിക്കാൻ പോയത് വരെ നമ്മുടെ നരമ്പ് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരും എന്ന് പറയും. എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. അതിന്റെ ഒരു വീക്ക്നെസ്സാ. പിന്നെ നമ്മുടെ നരമ്പണ്ണ സ്റ്റോറി പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റോറി തുടങ്ങുന്ന തന്നെ സ്പടികത്തിന്റെ റെഫറൻസ് കാട്ടിയിട്ടാണ്. എന്നിട്ട് ആടുതോമ എന്ന് പറഞ്ഞിട്ട് ഒരു പേട്ട തോമ ഇറങ്ങി വരും. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ല, ഇത് നമ്മുടെ കോരണ്ണനല്ലേ? പിന്നെ ആ സമയത്ത് ആ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റ്, അവിടെ പഠിപ്പിക്കാൻ വരുന്ന സാറിന്റെ പ്രായമുള്ള സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കാൻ വരുന്നത്. എന്റെ കൂടെ പഠിച്ച ബാസ്റ്റേഴ്സ് എല്ലാം ഇന്ന് വലിയ ഡോക്ടേഴ്സാ. എന്തുകൊണ്ട് ബോണി ആയില്ല? പിന്നെ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ, അത് കാരണം ഈ അമ്മാവന്മാര് നല്ല മാസ് സോങ് ഇട്ടിട്ട് അവിടെ ഡാൻസ് കളിക്കുക. ഇത് ഫ്രഷേഴ്സ് ഡേക്ക് ഇടാൻ പറ്റിയ പാട്ടല്ല, ഫ്ലഷ് അടിച്ച് കളയാൻ പറ്റിയ പാട്ടാ. പിന്നെ നമ്മുടെ കോരണ്ണനും നരമ്പണ്ണനും കൂടിയിട്ട് ആ കോളേജിൽ പുതിയ പിള്ളേരെ റാഗ് ചെയ്യണ്. നീ എന്റെ അപ്പന്റെ കൂടെ കണ്ട് പഠിച്ചതല്ലേ? എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപൊളി പിഴിഞ്ഞൊഴിക്കണം? പിന്നെ നമ്മുടെ കോരണ്ണനെ റാഗ് ചെയ്ത പെണ്ണിനെ കാണുമ്പോ എന്നെ ക്രഷ് അടിക്കും. എങ്ങനെ മനസ്സിലായി? അതേത് പെണ്ണുങ്ങൾ കണ്ടാൽ അങ്ങനെയാണല്ലോ. പിന്നെ ആ കോളേജിലുള്ള വേറൊരു പെണ്ണ് വരും. എന്നിട്ട് നമ്മുടെ കോരണ്ണനെ പ്രപ്പോസ് ചെയ്യും. അപ്പൊ നമ്മുടെ കോരണ്ണനെ എനിക്ക് നിന്റെ സഹോദരിയായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കി വിടും. ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലാ. പിന്നെ നമ്മുടെ നരമ്പണ്ണൻ ആ കോളേജിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാമറമാനാണ്. ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ടേക്ക. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡെ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ കൊടുക്കുന്നേ. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. പിന്നെ നമ്മുടെ കോരെണ്ണം മറ്റവളുടെ പിന്നാലെ നടന്ന അവസാനം സെറ്റ് ആവും. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ദിൽവാലി ദുൽഹനിയ ലേ ജായെങ്കെ അതിലെ ഷാറുഖ് ഖാൻ ഏകദേശം ചേട്ടനെ പോലെ ഇരിക്കുന്നു കേട്ടോ. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പിന്നെ നമ്മുടെ കോരണ്ണന്റെ പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ തലയിൽ ഫുൾ ടൈം മുല്ലപ്പൂ. എനിക്ക് തോന്നുന്നു ഈ പൊട്ടന്മാരുടെ വിചാരം എന്നിട്ട് അത് വെച്ച തലയിൽ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടുന്നതാണ്. പിന്നെ ഇവളുടെ തലയിൽ വെച്ചേക്കണ മുല്ലപ്പൂവിന്റെ പൈസയെങ്കിലും പ്രൊഡ്യൂസറിന് കിട്ടിയാവോ? പിന്നെ ഒരു ദിവസം നമ്മുടെ കോരണ്ണനും മുല്ലപ്പൂ ചേച്ചിയും കൂടിയിട്ട് ഒരു കാട്ടിക്ക് പോയിട്ട് അപരാധിക്കാൻ പോവും. അല്ല സാറിന് ഇതൊക്കെ എങ്ങനെ അറിയാ? പിന്നെ ഒരു ദിവസം കോരണ്ണൻ ആ കോളേജിലുള്ള ഒരു പെണ്ണായിട്ട് സംസാരിച്ചിരിക്കുന്ന മുല്ലപ്പൂ ചേച്ചി കാണുമ്പോ എന്നെ ആ പെണ്ണിനെ കൊല്ലാനായിട്ട് നോക്കും. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. എന്നിട്ട് നമ്മുടെ കോരണ്ണനും നരമ്പണ്ണനും കൂടി ആ പെണ്ണിനെ അങ്ങ് രക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോരണ്ണന് ഇവൾക്ക് പ്രാന്താണോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പ്രാന്തന്റെ വീട്ടിലേക്ക് പോവും. അല്ല, പ്രാന്തിന്റെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവും. പിന്നെ കോരണ്ണൻ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ എയറണ്ണനോട് പറയും. അപ്പൊ എയറണ്ണൻ അവളെ എങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എയർ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവളെ ശരിയാക്കാന്ന് പറയും. പിന്നെ നമ്മുടെ കോരണ്ണൻ മുല്ലപ്പൂ ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് നിനക്ക് പ്രാന്താന്ന് പറയും. അപ്പൊ നമ്മുടെ മുല്ലപ്പൂ ചേച്ചിക്ക് പ്രാന്താവും. ഇത് കണ്ട് ടെൻഷനായിട്ട് നമ്മുടെ കോരണ്ണൻ നാട് വിടാൻ തീരുമാനിക്കും. എന്നിട്ട് ചെന്നൈക്ക് പോവും. ചെന്നൈയിലാകുമ്പോ ചൂടില്ല, തണുപ്പില്ല, വെള്ളപ്പൊക്കമില്ല, കൊതുകില്ല, ടെററിസ്റ്റ് അറ്റാക്സ് ഇല്ല.
പിന്നെ നമ്മുടെ കോരണ്ണനെ കാണാണ്ട് മുല്ലപ്പൂ ചേച്ചിക്ക് ഭ്രാന്ത് കൂടിയിട്ട് കോരണ്ണന്റെ വീട്ടിൽ വന്നിട്ട് അലമ്പുണ്ടാക്കും. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. പിന്നെ നമ്മുടെ കോരണ്ണന് ഈ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നാട്ടിക്ക് വരും. എന്നിട്ട് ഒരു കത്തി വാങ്ങിയിട്ട് അവളെ കൊല്ലാനായിട്ട് പോവും. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറുത്തപ്പോ കട്ട ചോരയ മുഖത്ത് തെറിച്ചത്. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്. എന്നിട്ട് നമ്മുടെ കോരണ്ണൻ മുല്ലപ്പൂ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അവളുടെ റൂമിൽ പോയിട്ട് അവളെ കൊല്ലാനായിട്ട് നോക്കും. എന്റെ മനസ്സാണിത്. ഇതൊക്കെ കാണും നമ്മുടെ കോരണ്ണന് ദേഷ്യമൊക്കെ മാറും. പിന്നെ മുല്ലപ്പൂ ചേച്ചിനെ നോക്കുമ്പോൾ മുല്ലപ്പൂ ചേച്ചി ലെറ്റർ എഴുതി വെച്ചിട്ട് സൂയിസൈഡ് ചെയ്തു ഗൈസ്. നമ്മൾ വിളി ചത്തു എന്നൊക്കെ വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ അവള് ചത്തില്ല ഗൈസ്. കോപ്പ്. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ മുല്ലപ്പൂ ചേച്ചിനെ നമ്മുടെ എയറണ്ണന്റെ പ്രാന്താശുപത്രി കൊണ്ടാക്കും. എന്നിട്ട് എയറണ്ണൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അവളിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഇത്ര പുക വരണേന്ന്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയറണ്ണൻ അവിടെ എയർ വിട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കോരണ്ണൻ എയറണ്ണന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവള് എയർ പിടിച്ച് അവസാനം അവള് ചാവാറായി. വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ചോദിക്കും. എടാ, എനിക്ക് എയർ പിടിക്കാൻ മാത്രമേ അറിയുള്ളൂടാ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പിന്നെ നമ്മുടെ കോരണ്ണന് ഒരു ഐഡിയ കിട്ടും. ഐഡിയ എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ ഹാലൂസിനേഷനാന്ന് നിങ്ങളെല്ലാവരും കൂടി വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രാന്ത് മാറുന്ന ഏതോ ബുക്കിൽ വായിച്ചു എന്ന് പറയും. എന്നിട്ട് ഈ കാര്യം അവളുടെ അടുത്ത് പോയിട്ട് പറയും. അപ്പൊ അവളൊരു തിളച്ച ചായ അവന്റെ മുഖത്ത് വയ്ക്കും. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. പിന്നെ നമ്മുടെ എയറണ്ണനും അവളുടെ അമ്മയും കൂടിയിട്ട് ഇവൾക്ക് ഹാലൂസിനേഷനാന്ന് പറഞ്ഞ് ഇവളെ വിശ്വസിപ്പിക്കും. അങ്ങനെ അവൾ അവസാനം അത് വിശ്വസിക്കും. പിന്നെ എയറണ്ണൻ നമ്മുടെ കോരണ്ണനോട് പറയും അവളുടെ പ്രാന്ത് മാറുന്ന വരെ നീ എവിടെയെങ്കിലും മാറി നിൽക്കാൻ പറയും. അപ്പൊ നമ്മുടെ കോരണ്ണൻ ഒരു പട്ടിക്കാട്ടിക്ക് പോവും. എന്നിട്ട് കോരണ്ണൻ ആ പട്ടിക്കാട്ടിൽ കുറെ നാൾ താമസിക്കും. ആ താമസിക്കുന്ന സമയത്ത് മുല്ലപ്പൂ ചേച്ചിയുടെ പ്രാന്ത് മാറിയിട്ട് വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് കൊച്ചൊക്കെ ഉണ്ടായിട്ട് അവര് സെറ്റാവും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കോരണ്ണൻ അറിയും. എന്നിട്ട് വിഷമമായിട്ട് നമ്മുടെ കോരണ്ണൻ ഒരു ബുക്ക് എഴുതും. എന്നിട്ട് നമ്മുടെ കോരണ്ണനെ കാട്ടിലൊരു സ്കൂള് പടുത്തിട്ട് വെപ്പ് താടിയൊക്കെ വെച്ചിട്ട് അവിടുത്തെ പിള്ളേർക്ക് അവന്റെ പേട്ട ബുക്കിലെ പേട്ട സ്റ്റോറി പറഞ്ഞ് പഠിപ്പിക്കും. നിനക്ക് തലയ്ക്കല്ല അസുഖട്ടോ? പിന്നെ നമ്മുടെ കോരണ്ണൻ ചാവണ വരെ കാട്ടില് താമസിക്കാനായിട്ട് തീരുമാനിക്കും ഗൈസ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും നാട്ടിൽ പോയിട്ട് മുല്ലപ്പൂ ചേച്ചിക്ക് വീണ്ടും ഭ്രാന്ത് വന്നാലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യണേ. ഞാനിതൊക്കെ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. അങ്ങനെ നമ്മുടെ നേരമ്പണ്ണൻ ആ കഥ പറഞ്ഞു കഴിയും. അത് കഴിയുമ്പോൾ ആ പിള്ളേർക്ക് നമ്മുടെ കോരണ്ണൻ എവിടെയാന്ന് കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞ് പടം കഴിയും. അതായത് നമ്മുടെ അന്വേഷണം അവിടെ അവസാനിക്കുന്നില്ല, തുടങ്ങുന്നേ. അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച്. പോ, 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 പോ.